ഭാരതത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ ഒന്നായ മീർപൂർ പ്രകൃതി അതിന്റെ എല്ലാ സൗന്ദര്യവും വാരിവിതറിയൊരിടമായിരുന്നു. വളഞ്ഞുപുളഞ്ഞ മൺപാതകളും ഇരുവശങ്ങളിലും തലയുയർത്തി നിൽക്കുന്ന പച്ചപ്പാർന്ന വയലുകളും ആ ഗ്രാമത്തിനൊരു പ്രത്യേക ചാരുത നൽകിയിരുന്നു. ഗ്രാമത്തിലെ വീടുകൾ മിക്കതും മണ്ണും വൈക്കോലും കൊണ്ട് നിർമ്മിച്ചവയായിരുന്നുവെങ്കിലും അവിടുത്തെ മനുഷ്യരുടെ മനസ്സുകൾ സ്വർണം പോലെ സുന്ദരമായിരുന്നു. എങ്കിലും ഏതൊരു നന്മയ്ക്കുമിടയിൽ ഒരു തിന്മയുടെ നിഴൽ ഉണ്ടാകാറുള്ളതുപോലെ മീർപൂരിലും അസൂയയുടെ കരിനിഴൽ വീഴ്ത്തിയ ഒരു വ്യക്തിയുണ്ടായിരുന്നു, ഹാജറ. ഹാജറയുടെ അയൽവാസിയായിരുന്നു മറിയം. മറിയവും ഭർത്താവ് മാജിദും ഗ്രാമത്തിലെ നന്മയുടെ പ്രതീകങ്ങളായാണ് അറിയപ്പെട്ടിരുന്നത്. അവർ വിവാഹിതരായിട്ട് കുറച്ചു കാലമേ ആയിരുന്നുള്ളൂ എങ്കിലും ഗ്രാമവാസികളുടെ സ്നേഹം പിടിച്ചുപറ്റാൻ അവർക്ക് സാധിച്ചു. മറിയം ഗർഭിണിയാണെന്ന വാർത്ത ഗ്രാമത്തിൽ പരന്നതോടെ എല്ലാവരും സന്തോഷിച്ചു. എന്നാൽ ആ വാർത്ത ഹാജറയുടെ ഉള്ളിൽ തീ കോരിയിട്ടു. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും തനിക്കൊരു കുഞ്ഞില്ലാത്തതിന്റെ സങ്കടം ഹാജറയെ വേട്ടയാടിക്കൊണ്ടിരുന്നു. തന്റെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കുമോ എന്ന ഭയവും അമ്മായിയമ്മയുടെ നിരന്തരമായ പരിഹാസങ്ങളും ഹാജറയുടെ സ്വഭാവത്തെ ക്രൂരമാക്കി മാറ്റിയിരുന്നു. മറിയത്തിന്റെ വളരുന്ന വയറും അവളുടെ മുഖത്തെ പ്രസന്നതയും ഹാജറയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ബക്രീദ് ആഘോഷങ്ങൾ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയമായിരുന്നു അത്. ഗ്രാമത്തിലുടനീളം ഉത്സവ പ്രതീതിയായിരുന്നു. ഓരോ വീട്ടിലും ബലിക്കായി മൃഗങ്ങളെ വാങ്ങുന്ന തിരക്കിലായിരുന്നു പുരുഷന്മാർ. മാജിദും ഇത്തവണ ഗംഭീരമായ ഒരു ബലി നൽകണമെന്ന് ആഗ്രഹിച്ചു. ചന്തയിൽ പോയി അവൻ കൊണ്ടുവന്നത് അപൂർവ ഇനത്തിൽപ്പെട്ട പാലുപോലെ വെളുത്ത ഒരു പശുവിനെയായിരുന്നു. അതിന്റെ കണ്ണുകൾക്കൊരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. ആ പശുവിനെ കണ്ടപ്പോൾ തന്നെ ഗ്രാമവാസികൾ അത്ഭുതപ്പെട്ടു. മാജിദ്, നീ വലിയൊരു ഭാഗ്യമാണ് വീട്ടിലെത്തിച്ചിരിക്കുന്നത്, അവർ വാഴ്ത്തി. മറിയം ആ പശുവിനെ തന്റെ ജീവനെ പോലെ സ്നേഹിച്ചു. ഓരോ പുലരിയിലും അവൾ അതിനെ കുളിപ്പിക്കുകയും സ്വന്തം കൈകൾ കൊണ്ട് പച്ചപ്പുല്ലും വെള്ളവും നൽകുകയും ചെയ്തു. പശുവിന്റെ അരികിലിരുന്ന് അവൾ തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. മറിയത്തിന്റെ സ്നേഹത്തിന് പകരമായി ആ പശു തലയാട്ടുകയും നാവുകൊണ്ട് മറിയത്തിന്റെ കൈകൾ നക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ മാജിദിന്റെ മനസ്സിൽ വലിയൊരു തൃപ്തി നിറയുമായിരുന്നു. എന്നാൽ ഈ സന്തോഷകരമായ കാഴ്ചകൾ മതിൽക്കെട്ടിനപ്പുറത്ത് നിന്ന് ഹാജറ കാണുന്നുണ്ടായിരുന്നു. അവളുടെ നോട്ടം ആ പശുവിനെ തകർക്കാനല്ല, മറിച്ച് മറിയത്തിന്റെ സന്തോഷത്തെ തകർക്കാനായിരുന്നു. ഒരു അമാവാസി രാത്രിയായിരുന്നു അത്. ആകാശം കറുത്ത പുതപ്പിനാൽ മൂടപ്പെട്ടിരുന്നു. നിലാവില്ലാത്ത ആ രാത്രിയിൽ മീർപൂർ നിശബ്ദതയുടെ തടവറയിലായിരുന്നു. ഗ്രാമവാസികളെല്ലാം ഉറക്കത്തിലേക്ക് വഴുതി വീണ നേരം ഹാജർ തന്റെ വീടിന്റെ പിൻവാതിലിലൂടെ ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങി. കറുത്ത വസ്ത്രം ധരിച്ച് അവൾ മുഖം മറച്ചിരുന്നു. അവളുടെ നടത്തം ഗ്രാമത്തിനു പുറത്തുള്ള ഘോര വനത്തിലേക്കായിരുന്നു. ചീവീടുകളുടെ കരച്ചിലും നായ്ക്കളുടെ ഓടിയിടലും ആ രാത്രിയെ കൂടുതൽ ഭയാനകമാക്കി. എങ്കിലും ഹാജറയുടെ ഉള്ളിലെ പക അവളെ മുന്നോട്ട് നയിച്ചു. വനത്തിനുള്ളിൽ വിജനമായൊരിടത്ത് മണ്ണും മുളയും കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ കുടിലുണ്ടായിരുന്നു. അവിടെയായിരുന്നു ഷഹനാസ് ബീവി താമസിച്ചിരുന്നത്. ഗ്രാമവാസികൾ ഭയത്തോടെ മന്ത്രവാദിനി എന്ന് വിളിക്കുന്ന സ്ത്രീ. അവർക്ക് അമാനുഷിക ശക്തികളുണ്ടെന്നും ദുർമന്ത്രവാദം വഴി ആരെയും നശിപ്പിക്കാൻ അവർക്ക് കഴിയുമെന്നും ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ഹാജറ ആ കുടിലിന് മുന്നിലെത്തി ശ്വാസം അടക്കി പിടിച്ചു നിന്നു. കുടിലിനുള്ളിൽ നിന്ന് ഒരു ചെറിയ വിളക്കിന്റെ പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അകത്തേക്ക് വരൂ ഹാജറ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ഒരു കടുപ്പമേറിയ ശബ്ദം കേട്ടു. ഹാജറ ഞെട്ടിപ്പോയി. താൻ വരുന്നത് ആ സ്ത്രീ എങ്ങനെ അറിഞ്ഞു? ഭയത്തോടെ അവൾ അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ കറുത്ത തുണികൾക്ക് നടുവിൽ ഷഹനാസ് ബീവി ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ നരച്ച മുടി അഴിച്ചിട്ടിരുന്നു. കണ്ണുകൾ രക്തവർണമായിരുന്നു. അവരുടെ രൂപം കണ്ടാൽ തന്നെ ആരും ഭയന്നു പോകും. ബീവി, എനിക്ക് മറിയത്തിനെ നശിപ്പിക്കണം. അവൾക്ക് കിട്ടുന്ന എല്ലാ സന്തോഷവും എനിക്ക് വേണം. എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിക്കാതിരിക്കാൻ എനിക്കൊരു കുഞ്ഞിനെ വേണം. ഹാജർ ആ സ്ത്രീയുടെ കാൽക്കൽ വീണ് കരഞ്ഞു. മന്ത്രവാദിനി ക്രൂരമായി ചിരിച്ചു. എല്ലാം സാധ്യമാണ്, പക്ഷേ അതിന്റെ വില വളരെ വലുതായിരിക്കും. ഹാജർ മടിയൊന്നും കൂടാതെ തന്റെ പക്കലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ആ സ്ത്രീയുടെ മുന്നിൽ വെച്ചു. ഹാജറയുടെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ സമ്പാദ്യമായിരുന്നു അത്. മന്ത്രവാദിനി ഒരു ചെറിയ മൺചട്ടിയിൽ എന്തൊക്കെയോ മരുന്നുകൾ കൂട്ടിയിളക്കി. അതിൽ നിന്നും ഒരു പ്രത്യേക മണമുള്ള പൊടിയും ചില വിചിത്രമായ അടയാളങ്ങൾ എഴുതിയ തകിടുകളും അവൾ ഹാജറയ്ക്ക് നൽകി. ഈ പൊടി ആ വെളുത്ത പശുവിന് നൽകുക. പശുവിന്റെ ഉള്ളിൽ മാറ്റങ്ങൾ തുടങ്ങുമ്പോൾ മറിയത്തിന്റെ വിധി മാറും. ഈ തകിടുകൾ അവളുടെ വീടുപടിക്കൽ ആരും കാണാതെ കുഴിച്ചു ഇടുക. ഓരോ ചുവട് വെക്കുമ്പോഴും അവൾ ദുർബലയാകും.
മന്ത്രവാദിനി രഹസ്യമായി പറഞ്ഞു. ഹാജറ ആവേശത്തോടെ ആ സാധനങ്ങൾ വാങ്ങി. അവളുടെ ഉള്ളിൽ ആർത്തിയുടെയും പ്രതികാരത്തിന്റെയും അഗ്നി പുകയുന്നുണ്ടായിരുന്നു. തിരികെ ഗ്രാമത്തിലേക്ക് നടക്കുമ്പോൾ അവൾക്ക് പേടി തോന്നിയില്ല. പകരം മറിയത്തിന്റെ കണ്ണീര് കാണാനുള്ള വെമ്പലായിരുന്നു. നിശബ്ദമായി അവൾ മാജിദിന്റെ വീടിനടുത്തെത്തി. തൊഴുത്തിൽ ആ പശു ശാന്തമായി ഉറങ്ങുകയായിരുന്നു. ഹാജറ പതുക്കെ പശുവിന്റെ പുൽത്തൊട്ടിയിൽ ആ മന്ത്രപ്പൊടി കലർത്തി. തുടർന്ന് മറിയം എപ്പോഴും ഇരിക്കാറുള്ള വീട്ടുപടിക്കൽ ഒരു ചെറിയ കുഴിയുണ്ടാക്കി ആ തകിടുകൾ കുഴിച്ചു മൂടി. ഇനി നിന്റെ ചിരി അവസാനിക്കും മറിയ, ഹാജറ പിറുപിറുത്തു. ആ രാത്രിയുടെ അന്ത്യത്തിൽ മീർപൂരിൽ വലിയൊരു കൊടുങ്കാറ്റിന് മുന്നോടിയായുള്ള നിശബ്ദത പടർന്നിരുന്നു. പാവം മറിയ ഇതൊന്നും അറിയാതെ തന്റെ വയറ്റിലെ കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ടുറങ്ങുകയായിരുന്നു. പിറ്റേന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ മീർപൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു വലിയ ചതിയുടെ തുടക്കത്തിനായിരുന്നു. മീർപൂർ ഗ്രാമത്തിൽ സൂര്യൻ ഉദിച്ചുയർന്നത് പതിവിലും വിചിത്രമായ ഒരു നിശബ്ദതയിലേക്കായിരുന്നു. മറിയം ഉണർന്നപ്പോൾ തന്നെ അവൾക്ക് ശരീരത്തിനൊരു ഭാരം അനുഭവപ്പെട്ടു. നെഞ്ചിലൊരു അജ്ഞാത ഭയം തിരതല്ലുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റ് തൊഴുത്തിലേക്ക് നടന്നു. തന്റെ പ്രിയപ്പെട്ട വെളുത്ത പശുവിനെ കാണാനായിരുന്നു ആ യാത്ര. എന്നാൽ അവിടെ കണ്ട കാഴ്ച മറിയത്തെ പരിഭ്രാന്തയാക്കി. എപ്പോഴും ഓടിവന്ന് തന്റെ കൈകൾ നക്കുന്ന പശു ഇന്ന് നിശബ്ദമായി ഒരിടത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. അതിന്റെ കണ്ണുകളിൽ ഒരു വിചിത്രമായ തിളക്കം, മുഖത്തെ കടുത്ത വേദനയുടെ നിഴൽ. മറിയം സ്നേഹത്തോടെ കൊണ്ടുവന്ന പുതിയ പച്ചപ്പുല്ല് പശുവിന്റെ മുന്നിൽ വെച്ചു. എന്നാൽ അത് തിരിഞ്ഞു പോലും നോക്കിയില്ല. പകരം ഹാജറ തലേ ദിവസം രാത്രി പുൽത്തൊട്ടിയിൽ കലർത്തിയ ആ മന്ത്രപ്പൊടിയുടെ സ്വാധീനം പശുവിൽ കണ്ടു തുടങ്ങിയിരുന്നു. പശുവിന്റെ വയർ അസാധാരണമാം വിധം വീർക്കാൻ തുടങ്ങി. ഒരു സാധാരണ അസുഖത്തിന്റെ ലക്ഷണമായിരുന്നില്ല അത്. പശു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നതും ഇടയ്ക്കിടെ ദയനീയമായി കരയുന്നതും കണ്ടപ്പോൾ മറിയത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. മാജിദ്, വേഗം വരൂ, നമ്മുടെ പശുവിന് എന്തോ സംഭവിച്ചിരിക്കുന്നു, അവൾ നിലവിളിച്ചു. ഓടിവന്ന മാജിദ് ഉടൻ തന്നെ ഗ്രാമത്തിലെ പ്രശസ്തനായ വൈദ്യനെ വിളിച്ചു കൊണ്ടുവന്നു. വൈദ്യൻ പശുവിനെ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചു. അതിന്റെ നട്ടലിലും വയറിലും അമർത്തി നോക്കി. കണ്ണുകൾ വിടർത്തി പരിശോധിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. മാജിദ്, ഇതിന് പനിയോ മറ്റു അസുഖങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇതിന്റെ വയർ വീർക്കുന്നത് വളരെ വിചിത്രമാണ്. ഉള്ളിൽ എന്തോ വലിയ മാറ്റം നടക്കുന്നുണ്ട്. എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാനാവില്ല, വൈദ്യൻ കൈമലർത്തി. ഗ്രാമത്തിൽ ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ആളുകൾ കൂട്ടമായി മറിയത്തിന്റെ വീട്ടിലെത്തി. അവർക്കിടയിൽ ഹാജർ ഒരു നിഴൽ പോലെ നടന്നു. അവൾ ഓരോരുത്തരുടെയും കാതുകളിൽ വിഷം നിറയ്ക്കാൻ തുടങ്ങി. ഇതൊരു സാധാരണ പശുവല്ല. മറിയത്തിന്റെ ഗർഭവും പശുവിന്റെ ഈ അവസ്ഥയും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഇതൊരു വലിയ അത്ഭുതത്തിന്റെ തുടക്കമാണ്. ഹാജറയുടെ വാക്കുകൾ കേട്ട് ഗ്രാമവാസികൾ പരസ്പരം നോക്കി. അന്ധവിശ്വാസം മീർപൂരിലെ മണ്ണിൽ വേരോടി തുടങ്ങിയിരുന്നു. അതേസമയം ഗ്രാമത്തിന്റെ മറ്റൊരു കോണിൽ ഹാജറയും മന്ത്രവാദിനിയും ചേർന്ന് തങ്ങളുടെ പദ്ധതിയുടെ 2ാം ഘട്ടം ആസൂത്രണം ചെയ്യുകയായിരുന്നു. അവർക്ക് ധാത്രിയുടെ, അതായത് മിഡ്വൈഫിന്റെ സഹായം അത്യാവശ്യമായിരുന്നു. പണത്തിന് ആർത്തിയുള്ള ധാത്രിയെ മന്ത്രവാദിനിയുടെ കുടിലെത്തിച്ചു. ഒരു വലിയ തുക വാഗ്ദാനം ചെയ്തപ്പോൾ ധാത്രി തന്റെ മനസ്സാക്ഷിയെ പണം വെക്കാൻ തയ്യാറായി. അവരുടെ ലക്ഷ്യം സെറീന എന്ന പാവപ്പെട്ട സ്ത്രീയുടെ ഗർഭസ്ഥ ശിശുവായിരുന്നു. സെറീനയും മറിയവും ഏകദേശം ഒരേ സമയത്താണ് പ്രസവിക്കേണ്ടത്. സെറീനയുടെ കുഞ്ഞ് ജനിച്ചാലുടൻ അത് മരിച്ചുപോയെന്ന് വിശ്വസിച്ച് കുഞ്ഞിനെ മോഷ്ടിക്കുക, എന്നിട്ട് ആ കുഞ്ഞിനെ പശു പ്രസവിച്ചതാണെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കുക. ഇതായിരുന്നു ആ ഭയാനകമായ പദ്ധതി. മറിയത്തിന്റെ ആരോഗ്യനിലയും ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരുന്നു. ഹാജറ വീട്ടുപടിക്കൽ കുഴിച്ചു മൂടിയ തകിടുകളുടെ സ്വാധീനം മറിയത്തിന്റെ ശരീരത്തിൽ പ്രകടമായി. അവൾക്ക് നിരന്തരം തലചുറ്റലും അസ്വസ്ഥതയും അനുഭവപ്പെട്ടു. രാത്രികളിൽ അവൾ ഞെട്ടിയുണരും. സ്വപ്നത്തിൽ ആരോ തന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നതായും പശു കരയുന്നതായും അവൾ കണ്ടു. മാജിദ്, എനിക്ക് പേടിയാകുന്നു, നമ്മുടെ വീട്ടിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, അവൾ തേങ്ങിക്കരഞ്ഞു. മാജിദ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവന്റെ ഉള്ളിലും ആദ്യം നിറയുകയായിരുന്നു. പശുവിന്റെ അവസ്ഥ ഇതിലും ദയനീയമായിരുന്നു. കടുത്ത വേദനയോടെ അത് രാത്രി മുഴുവൻ നിലവിളിച്ചു. ആ നിലവിളി മീർപൂർ ഗ്രാമത്തിന്റെ ഉറക്കം കെടുത്തി. പശുവിന്റെ വയർ ഇപ്പോൾ ഒരു പർവ്വതം പോലെ വീർത്തിരുന്നു. പശുവും മറിയും ഒരേപോലെ തളർന്നു വീഴുന്ന കാഴ്ച മാജിദിന്റെ ഹൃദയം തകർത്തു. അവൾ പശുവിനടുത്തും മറിയത്തിനടുത്തും മാറി മാറിയിരുന്നു. യാ അല്ലാ, എന്റെ വീടിന് എന്തു പറ്റി? അവൻ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ബക്രീദ് ദിനത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഗ്രാമവാസികൾക്കിടയിൽ ഇപ്പോൾ ചർച്ച മുഴുവൻ ആ അത്ഭുത പശുവിനെ കുറിച്ചാണ്. ഈ പശു മനുഷ്യ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു എന്ന ഹാജറയുടെ കള്ളപ്രചരണം നാട്ടുകാർ വിശ്വസിച്ചു തുടങ്ങി. അജ്ഞാതമായ ഒരു ഭയം ഗ്രാമത്തിൽ പടർന്നു പിടിച്ചു. ഹാജറയും മന്ത്രവാദിനും തങ്ങളുടെ വിജയം ആഘോഷിക്കുകയായിരുന്നു.
ഒരു സ്ത്രീയുടെ അസൂയയും ഒരു മന്ത്രവാദിനിയുടെ ക്രൂരതയും ചേർന്ന് ഒരു ഗ്രാമത്തെ മുഴുവൻ വഞ്ചിക്കാൻ പോകുന്ന ആ രാത്രിയിലേക്ക് മീർപൂർ സാവധാനം നീങ്ങിക്കൊണ്ടിരുന്നു. സെറീനയുടെ വീട്ടിലും ആദ്യ നിറയുകയായിരുന്നു. ധാത്രി ഇടയ്ക്കിടെ അവിടെ ചെന്ന് സെറീനയെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ശുശ്രൂഷിക്കാനായിരുന്നില്ല, മറിച്ച് കുഞ്ഞിനെ എപ്പോൾ തട്ടിയെടുക്കാം എന്ന് തീരുമാനിക്കാനായിരുന്നു. നന്മയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായിരുന്ന മീർപൂർ ഇപ്പോൾ ചതിയുടെയും അന്ധവിശ്വാസത്തിന്റെയും ഇരുട്ടിലായി. വെളിച്ചം അണയുന്ന ഓരോ രാത്രിയും ക്രൂരമായ ആ സത്യത്തിലേക്ക് ഗ്രാമത്തെ അടുപ്പിച്ചു. മറിയത്തിന്റെ കണ്ണുനീരും പശുവിന്റെ വേദനയും ആരും കാണാതെ പോയി. എല്ലാവരും കാത്തിരുന്നത് ആ അത്ഭുതത്തിനായിരുന്നു. ബക്രീദ് തലേന്നത്തെ ആ രാത്രി മീർപൂർ ഗ്രാമത്തിന് അത്രമേൽ ശാന്തമായിരുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നുവെങ്കിലും ഭൂമിയിൽ നിഗൂഢമായൊരു ഗൂഢാലോചന അരങ്ങേറുകയായിരുന്നു. ഗ്രാമവാസികളെല്ലാം നാളത്തെ പെരുന്നാൾ ആഘോഷങ്ങളുടെ സ്വപ്നങ്ങളിൽ ആണ്ടുറങ്ങുകയായിരുന്നു. എന്നാൽ മറിയത്തിന്റെയും മാജിദിന്റെയും വീടിന് പിന്നിലെ തൊഴുത്തിൽ ഇരുട്ടിന്റെ മറവിൽ 3 രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഹാജറ, ക്രൂരയായ മന്ത്രവാദിനി ഷഹനാസ് ബീവി, പിന്നെ ആർത്തിയുള്ള ധാത്രി. ആ നിമിഷം മീർപൂർ ഗ്രാമത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായത്തിനാണ് തുടക്കം കുറിച്ചത്. പശു വേദന കൊണ്ട് തളർന്നിരിക്കുകയായിരുന്നു. ഹാജറും ധാത്രിയും ചേർന്ന് പശുവിനെ ബലമായി പിടിച്ചു. ശബ്ദം പുറത്തു വരാതിരിക്കാൻ അവർ അതിന്റെ വായ കട്ടിയുള്ള തുണികൊണ്ട് മൂടിക്കെട്ടി. മന്ത്രവാദിന് തന്റെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ധാത്രിക്ക് നിർദ്ദേശം നൽകി. ധാത്രി തന്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള കത്തി പുറത്തെടുത്തു. പശുവിന്റെ വയറിന്റെ വശത്ത് അവർ ആയത്തിൽ ഒരു മുറിവുണ്ടാക്കി. വേദന കൊണ്ട് പശു പിടഞ്ഞുവെങ്കിലും അതിന്റെ നിലവിളി ആ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയി. മുറിവിൽ നിന്ന് രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. പശുവിന്റെ കണ്ണുകളിൽ നിന്ന് നീരൊഴുക്ക് നിലയ്ക്കാതെ തുടരുന്നുണ്ടായിരുന്നു. അത് ശാരീരികമായ വേദന മാത്രമായിരുന്നില്ല, മറിച്ച് മനുഷ്യന്റെ ക്രൂരതയ്ക്ക് മുന്നിലെ നിസ്സഹായാവസ്ഥ കൂടിയായിരുന്നു. അതേസമയം ഗ്രാമത്തിന്റെ മറ്റൊരു കോണിൽ സെറീനയുടെ വീട്ടിൽ പ്രസവം നടന്നിരുന്നു. ധാത്രി നേരത്തെ തന്നെ അവിടെ ചെന്ന് സെറീനയെ മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കിയിരുന്നു. സെറീന പ്രസവിച്ച ആരോഗ്യവനായ ആൺകുഞ്ഞിനെ ധാത്രി രഹസ്യമായി എടുത്തുമാറ്റി. സെറീന ബോധം തെളിഞ്ഞപ്പോൾ അവളോട് പറഞ്ഞത് കുഞ്ഞ് ജനിച്ചാലുടൻ മരിച്ചുപോയെന്നും കുഞ്ഞിനെ മറവ് ചെയ്തു എന്നുമാണ്. തകർന്നുപോയ സെറീനയുടെ നിലവിളി കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ധാത്രി ആ പിഞ്ചു കുഞ്ഞിനെ ഒരു തുണിയിൽ പൊതിഞ്ഞ് മറിയത്തിന്റെ തൊഴുത്തിലേക്ക് എത്തി. മന്ത്രവാദിനിയുടെ നിർദ്ദേശപ്രകാരം അവർ കുഞ്ഞിനെ പശുവിന്റെ അകിടിന് താഴേക്കിടത്തി. പശുവിന്റെ വയറിലെ മുറിവിൽ നിന്ന് ഒഴുകിയ രക്തം അവർ കുഞ്ഞിന്റെ ശരീരത്തിൽ തേച്ചു പിടിപ്പിച്ചു. അത് പശുവിന്റെ വയറ്റിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്ന കുഞ്ഞാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ആ പൈശാചിക നീക്കം. പശു വേദന കൊണ്ട് ശ്വാസമെടുക്കാൻ പോലും പ്രയാസപ്പെട്ട് നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. ഇനി കളി തുടങ്ങാം. മീർപൂർ ഗ്രാമം നാളെ ഒരു പുതിയ ദൈവത്തെ കാണും. മന്ത്രവാദിനി ക്രൂരമായി അട്ടഹസിച്ചു. പുലർച്ചെയോടെ അവർ അവിടെ നിന്ന് അപ്രതീക്ഷിതരായി. സൂര്യോദയത്തിന് തൊട്ടു മുമ്പ് മറിയം പതുക്കെ തൊഴുത്തിലേക്ക് നടന്നു. തന്റെ പ്രിയപ്പെട്ട പശുവിന്റെ അരികിൽ ചെന്ന് വിളിച്ച മറിയം അവിടെ കണ്ട കാഴ്ച കണ്ട് നിശബ്ദയായി പോയി. രക്തത്തിൽ കുളിച്ച പശുവിന്റെ കാലുകൾക്കിടയിൽ കരയുന്ന ഒരു നവജാത ശിശു. മറിയത്തിന്റെ തല കറങ്ങാൻ തുടങ്ങി. അവളുടെ കണ്ണുകളെ അവർക്ക് വിശ്വസിക്കാനായില്ല. ഒരു നിമിഷം അവൾ ഭയത്തോടെ പിന്നോട്ട് മാറി. മാജിദ്, മാജിദ്, ഓടിവരൂ എന്ന് വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും ശബ്ദം തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. അവൾ ബോധം കെട്ട് തൊഴുത്തിന്റെ മണ്ണിലേക്ക് വീണു. ശബ്ദം കേട്ട് ഓടിവന്ന മാജിദും ഗ്രാമവാസികളും കണ്ടത് അത്ഭുതകരവും എന്നാൽ ഭീതിജനകവുമായ ആ കാഴ്ചയായിരുന്നു. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഗ്രാമവാസികൾ കൂട്ടമായി തൊഴുത്തിലേക്ക് ഇരച്ചു കയറി. അപ്പോഴേക്കും ഹാജറ അവിടെയെത്തി കുഞ്ഞിനെ കയ്യിലെടുത്തു. കണ്ടോ, ഞാൻ പറഞ്ഞത് സത്യമായില്ലേ? ഇത് ഒരു അത്ഭുതമാണ്. പശു എനിക്ക് വേണ്ടി പ്രസവിച്ച കുഞ്ഞാണിത്. മന്ത്രവാദിനി ഷഹനാസ് ബീവി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഹാജറ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു. മന്ത്രവാദിനി ഷഹനാസ് ബീവി ഗാംഭീര്യത്തോടെ അവിടേക്ക് കടന്നു വന്നു. ജനങ്ങൾ ഭയഭക്തിയോടെ അവൾക്ക് വഴിമാറിക്കൊടുത്തു. ഇത് എന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഈ പശു അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഈ കുഞ്ഞൊരു അത്ഭുതമാണ്, അവൾ പ്രഖ്യാപിച്ചു. ഗ്രാമവാസികൾ അന്ധവിശ്വാസത്തിന്റെ അടിമകളായി കഴിഞ്ഞിരുന്നു. അവൾ മന്ത്രവാദിനിയെ പുണ്യവതിയായി വാഴ്ത്തി. സ്വർണവും പണവും അവർ അവളുടെ കാൽക്കൽ വെച്ചു. മറിയവും മാജിദും എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. അവർക്ക് ഇതൊരു അത്ഭുതകരമായി തോന്നിയില്ല, മറിച്ച് മനസ്സിൽ എന്തോ വലിയൊരു വഞ്ചന നടക്കുന്നുണ്ടെന്ന ഭയമാണുണ്ടായത്. മറുഭാഗത്ത് സെറീനയുടെ കണ്ണുനീർ ആ ഗ്രാമത്തിലെ ഉത്സവങ്ങൾക്കിടയിൽ മുങ്ങിപ്പോയി. തന്റെ കുഞ്ഞ് മരിച്ചുവെന്ന വാർത്ത സെറീനയുടെ ഹൃദയം തകർത്തു. ധാത്രി അവളോട് നുണകൾ പറഞ്ഞുകൊണ്ടിരുന്നു. സെറീനയുടെ കുഞ്ഞിനെ തട്ടിയെടുത്ത ഒരു പശുവിന്റെ കുഞ്ഞായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ആ ക്രൂരതയുടെ സത്യം അള്ളാഹുവിന് മാത്രം അറിയാമായിരുന്നു.
ഗ്രാമം മുഴുവൻ അത്ഭുത ശിശുവിനെ കാണാൻ തിരക്കു കൂട്ടുമ്പോൾ നിസ്സഹായനായ ആ പശുവിന്റെ കണ്ണുനീരും സെറീനയുടെ മാതൃഹൃദയത്തിന്റെ തേങ്ങലും ആരും കേട്ടില്ല. ബക്രീദ് പുലരിയിൽ മീർപൂർ ഒരു വലിയ പാപത്തിന്റെ നിഴലിലായി കഴിഞ്ഞിരുന്നു. ബക്രീദ് ദിനത്തിലെ സൂര്യൻ മീർപൂർ ഗ്രാമത്തിന് മുകളിൽ ഉദിച്ചുയർന്നത് പതിവില്ലാത്ത ഗൗരവത്തോടെയായിരുന്നു. ഗ്രാമത്തിലെ വലിയ മൈതാനത്തെ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ബലികർമ്മങ്ങൾക്കായി എല്ലാവരും ഒത്തുകൂടി. സാധാരണ വർഷങ്ങളിൽ കാണാറുള്ള സന്തോഷത്തേക്കാൾ ഉപരിയായി ഇത്തവണ ഗ്രാമവാസികളുടെ കണ്ണുകളിൽ ഒരു തരം അമ്പരിപ്പും ആകാംക്ഷയുമായിരുന്നു. എല്ലാവരും കാത്തിരുന്നത് മറിയത്തിന്റെയും മാജിദിന്റെയും ആ വെളുത്ത പശുവിനെ കാണാനായിരുന്നു. മനുഷ്യക്കുഞ്ഞിന് ജന്മം നൽകിയ അത്ഭുത പശു എന്ന വാർത്ത അയൽ ഗ്രാമങ്ങളിൽ പോലും പടർന്നിരുന്നു. മൈതാനത്തിന്റെ ഒത്ത നടുവിൽ വലിയൊരു സിംഹാസനം പോലെ ഒരുക്കിയ കസേരയിൽ ഷഹനാസ് ബേബി എന്ന മന്ത്രവാദിനി ഇരുന്നു. തന്റെ കപടമായ ആത്മീയ പരിവേഷം നിലനിർത്താൻ അവൾ കണ്ണുകൾ അടച്ച് എന്തൊക്കെയോ മന്ത്രിച്ചുകൊണ്ടിരുന്നു. അവളുടെ അരികിൽ ഹാജറ ആ നവജാത ശിശുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിന്നു. തന്റെ ചതി വിജയിച്ചതിന്റെ അഹങ്കാരം ഹാജറയുടെ മുഖത്തെ വ്യക്തമായിരുന്നു. ഗ്രാമവാസികൾ ഭക്തിയോടെ ഓരോരുത്തരായി വന്ന് മന്ത്രവാദിനിയെ വണങ്ങുകയും അവർക്ക് പണവും സ്വർണവും ദാനമായി നൽകുകയും ചെയ്തു. അന്ധവിശ്വാസം ആ ഗ്രാമത്തെ എത്രത്തോളം കീഴടക്കിയിരിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു ആ കാഴ്ച. ഈ സമയം മാജിദും മറിയവും തങ്ങളുടെ പശുവിനെ മൈതാനത്തേക്ക് എത്തിച്ചു. പശുവിന്റെ അവസ്ഥ കണ്ടുനിന്നവരുടെ ഉള്ളിലേക്കുന്നതായിരുന്നു. മുൻപുണ്ടായിരുന്ന ആ പ്രസരിപ്പും ആരോഗ്യവും പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. പശു വളരെ ക്ഷീണിതമായിരുന്നു. ഓരോ ചുവടുവെക്കുമ്പോഴും അത് വേദന കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. അതിന്റെ വയറിന്റെ വശത്ത് ഉണങ്ങാത്ത ആ വലിയ മുറിവിൽ നിന്നും നീരും രക്തവും കലർന്ന ദ്രാവകം ഇപ്പോഴും വരുന്നുണ്ടായിരുന്നു. പശുവിന്റെ കണ്ണുകളിൽ നിന്ന് നീരൊഴുക്ക് നിലച്ചിരുന്നില്ല. അത് ബലിക്ക് തയ്യാറെടുക്കുന്ന ഒരു മൃഗത്തിന്റെ ഭയമായിരുന്നില്ല, മറിച്ച് മനുഷ്യൻ തന്നോട് ചെയ്ത ക്രൂരത ലോകത്തോട് വിളിച്ചു പറയാനുള്ള ആ മൃഗത്തിന്റെ മൗനമായ രോദനമായിരുന്നു. ബലികർമ്മം തുടങ്ങാൻ സമയം നിശ്ചയിച്ചു. മാജിദ് കത്തി മൂർച്ചയാക്കി പശുവിനെ കിടത്താൻ തയ്യാറെടുത്തു. ആ നിമിഷം ശാന്തമായിരുന്ന പശു പെട്ടെന്ന് അക്രമാസക്തമായി. അത് വലിയ ശബ്ദത്തിൽ ആക്രോശിച്ചു. സാധാരണ പശുക്കൾ കരയുന്നത് പോലെയല്ല, മറിച്ച് സഹായത്തിനായി ആരോ നിലവിളിക്കുന്നത് പോലെയായിരുന്നു ആ ശബ്ദം. പശു തന്റെ കഴുത്ത് വെട്ടിച്ച് പിന്നിലെ വയറിലെ മുറിവിലേക്ക് നോക്കി എല്ലാവരെയും കാണിക്കാൻ ശ്രമിച്ചു. പശുവിന്റെ ഈ അസ്വാഭാവിക പെരുമാറ്റം കണ്ടതോടെ ജനങ്ങൾക്കിടയിൽ ചെറിയൊരു പരിഭ്രാന്തി പടർന്നു. അപ്പോൾ ആൾക്കൂട്ടത്തിനരിൽ നിന്ന് ഗ്രാമത്തിൽ നിന്ന് സന്ദർശകത്തിനെത്തിയ ഒരു മുതിർന്ന മൃഗഡോക്ടർ മുന്നോട്ട് വന്ന് അദ്ദേഹം പശുവിന്റെ അരികിലേക്ക് നടന്നു. മന്ത്രവാദിനിയും ഹാജറയും പരിഭ്രാമത്തോടെ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചുവെങ്കിലും ഗ്രാമവാസികൾ വഴിമാറിക്കൊടുത്തു. ഡോക്ടർ പശുവിന്റെ വയറിലെ ആ വലിയ മുറിവ് സൂക്ഷ്മമായി പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ മുഖം പെട്ടെന്ന് ഗൗരവമുള്ളതായി മാറി. അദ്ദേഹം ഗ്രാമവാസികളെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഗ്രാമവാസികളെ, നിങ്ങളെ ആരോ വലിയ രീതിയിൽ വഞ്ചിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇതൊരു അത്ഭുതമാണെന്ന് കരുതുന്നുണ്ടോ? എന്നാൽ ഈ മുറിവ് നോക്കൂ. ഇതൊരു സ്വാഭാവികമായ മുറിവിന്റെ പ്രസവത്തിന്റെ മുറിവല്ല. ഈ പശുവിന്റെ വയർ ആരോ മൂർച്ചയുള്ള കത്തികൊണ്ട് മനഃപൂർവ്വം കീറിയതാണ്. ഈ മുറിവിൽ നിന്ന് വ്യക്തമാണ് ഒരു കുഞ്ഞും ഇതിലൂടെ പുറത്തു വന്നിട്ടില്ലെന്ന്. ഇതൊരു പൈശാചികമായ ക്രൂരതയാണ്. ഡോക്ടറുടെ വാക്കുകൾ മൈതാനത്ത് ഒരു ഇടിമിന്നൽ പോലെ പതിച്ചു. ജനങ്ങൾ പരസ്പരം സംശയത്തോടെ നോക്കാൻ തുടങ്ങി. ഷഹനാസ് ബീവിയുടെ മുഖം വിളറി വെളുത്തു. അവൾ ഒച്ച വെച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊരു ശാസ്ത്രജ്ഞന്റെ പുലമ്പലാണ്. എന്റെ സിദ്ധിയെ ചോദ്യം ചെയ്യാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. അപ്പോഴാണ് മൈതാനത്തിന്റെ അറ്റത്തു നിന്ന് ഒരു നിലവിളി കേട്ടത്. തന്റെ മകൻ മരിച്ചുപോയെന്ന് കരുതി തകർന്നിരുന്ന സെറീന അവിടേക്ക് ഓടിവന്നു. അവൾ ഹാജറയുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിനെ സൂക്ഷിച്ചു നോക്കി. സെറീന കുഞ്ഞിന്റെ ഉടുപ്പ് അല്പം മാറ്റി നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി. ഇത് എന്റെ കുഞ്ഞാണ്. അള്ളാഹുവെ, എന്റെ കുഞ്ഞിനെ ഇവർ കവർന്നെടുത്തതാണ്. എന്റെ കുഞ്ഞിന്റെ ഇടത് മാറിടത്തിന് താഴെയുള്ള ഈ വലിയ മറുക് ഞാൻ കണ്ടതാണ്. പ്രസവിച്ച ഉടനെ ധാത്രി എന്നെ മഴയ്ക്ക് കുഞ്ഞിനെ മാറ്റിയതാണ്. സെറീന കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെ പിടിച്ചു വാങ്ങി. ജനക്കൂട്ടം രോഷാകുലരായി. മാജിദ് ഉടൻ തന്നെ വീട്ടിലേക്ക് ഓടിപ്പോയി പശുവിന്റെ തൊയ്ത്തിന് വീണ്ടും പരിശോധിച്ചു. ഹാജറ അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന മരുന്നുകളുടെ ബാക്കിയും മയക്കുമരുന്നിന്റെ അംശമുള്ള പൊടിയും അവർ കണ്ടെത്തി അത് മൈതാനത്ത് കൊണ്ടുവന്നു കാണിച്ചു. പശുവിനെ രോഗിയാക്കാൻ ഹാജറ നൽകിയ വിഷമായിരുന്നു അത്. ഇതോടെ വഞ്ചനയുടെ എല്ലാ കള്ളികളും ഒന്നിനു പിറകെ ഒന്നായി തെളിഞ്ഞു. ധാത്രി ജനക്കൂട്ടത്തിന്റെ രോഷത്തിനു മുന്നിൽ ഭയന്നു വിറച്ചു. അവൾ മുട്ടുകുത്തി നിന്ന് കരഞ്ഞുകൊണ്ട് സത്യം വിളിച്ചു പറഞ്ഞു, എന്നെ ക്ഷമിക്കണം. ഹാജറയും ഷഹനാസ് ബിയും എനിക്ക് പണം നൽകി വശത്താക്കിയതാണ്.
കുഞ്ഞിനെ സെറീനയുടെ അടുത്ത് നിന്ന് മോഷ്ടിച്ചതും പശുവിന്റെ വയർ കീറി രക്തം തേച്ചതും ഞാനാണ്. സത്യം കേട്ട ഗ്രാമവാസികൾ നടുങ്ങിപ്പോയി. ഒരു പാവമൃഗത്തെ ഇത്ര ക്രൂരമായി ഉപദ്രവിക്കുകയും ഒരു അമ്മയുടെ കുഞ്ഞിനെ മോഷ്ടിക്കുകയും ചെയ്ത ഹാജറയെയും മന്ത്രവാദിനിയെയും അവർ വളഞ്ഞു. ആ സമയം പശു ശാന്തമായി മാജിദിനെ നോക്കി. അതിന്റെ കണ്ണുകൾ ഇപ്പോൾ വേദനയല്ല, മറിച്ച് സത്യം വെളിപ്പെട്ടതിന്റെ ആശ്വാസമായിരുന്നു. പശു സംസാരിച്ചില്ലെങ്കിലും അതിന്റെ മൗനമായ സാക്ഷ്യം ആകാശത്തോളം ഉയർന്നു നിന്നു. മീർപൂരിലെ മൈതാനം അന്ന് സാക്ഷ്യം വഹിച്ചത് ഒരു വലിയ ചതിയുടെ അന്ത്യത്തിനായിരുന്നു. മീർപൂർ മൈതാനത്ത് അപ്പോൾ അനുഭവപ്പെട്ടത് വിവരണാതീതമായ ഒരു നിശബ്ദതയായിരുന്നു. ഓരോ ഗ്രാമവാസിയും തങ്ങൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന അത്ഭുതം ഒരു പൈശാചികമായ ചതിയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം. ഷഹനാസ് ബീവി എന്ന മന്ത്രവാദിനിയെ പുണ്യവതിയായി കണ്ട് തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ അവളുടെ കാൽക്കൽ സമർപ്പിച്ചവർ ഇപ്പോൾ തങ്ങളുടെ വിഡിത്തമോർത്ത് ലജ്ജിച്ചു. ഹാജറ എന്ന അയൽക്കാരി ഇത്രമേൽ ക്രൂരമാകാമെന്ന് മറിയത്തിന് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. രോഷാകുലരായ ഗ്രാമവാസികൾ ഹാജറയെയും മന്ത്രവാദിനെയും ധാത്രിയെയും വളഞ്ഞു. ഞങ്ങളെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഒരു പിഞ്ചു കുഞ്ഞിനെയും നിസ്സഹാനായ ഒരു മൃഗത്തെയും ഇതിനായി കരുവാക്കിയ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല. ആൾക്കൂട്ടത്തിനിൽ നിന്ന് വിളികൾ ഉയർന്നു. ഗ്രാമത്തിലെ മുഖ്യസ്ഥൻ ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി മൂവരെയും കസ്റ്റഡിയിലെടുത്തു. ഷഹനാസ് ബീവി എന്ന ആഭിചാരിക്കാരിയുടെ കുടിലിൽ നടത്തിയ പരിശോധനയിൽ ഗ്രാമവാസികളിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണവും പണവും കണ്ടെടുത്തു. ഹാജറ തന്റെ അസൂയ മൂലം ചെയ്ത ഈ വലിയ പാപത്തിന് അഴികൾക്കുള്ളിൽ കിടക്കേണ്ടി വന്നു. സെറീന തന്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. അള്ളാഹുവേ, എന്റെ കുഞ്ഞ് മരിച്ചുവെന്ന് കരുതി ഞാനും മരിക്കാൻ തയ്യാറെടുത്തതായിരുന്നു. നന്ദി, ഈ സത്യം വെളിച്ചത്ത് കൊണ്ടുവന്നതിന്. സെറീനയുടെ കണ്ണുനീർ സന്തോഷത്തിന്റേതായിരുന്നു. മാജിദും ഗ്രാമവാസികളും ചേർന്ന് മറിയത്തിന്റെ വീട്ടുപടിക്കൽ ഹാജറ കുഴിച്ചുമൂടി ആ തകിടുകൾ കണ്ടെടുത്തു. അവ നശിപ്പിച്ചു കളഞ്ഞതോടെ മറിയത്തിന്റെ മനസ്സിലും ശരീരത്തിലും ഉണ്ടായിരുന്ന ആ കറുത്ത നിഴലുകൾ നീങ്ങിത്തുടങ്ങി. അവളുടെ തലകറവും ഭീതിയും അപ്രതീക്ഷിതമായി. സത്യം തിരിച്ചറിഞ്ഞതോടെ അവളുടെ മുഖത്ത് പഴയ പ്രസന്നത തിരിച്ചു വന്നു. ആ വെളുത്ത പശു ശാന്തമായി മാജിദിന്റെ കൈകളിൽ തല ചായ്ച്ചു നിന്നു. അതിന്റെ കണ്ണുകളിൽ നിന്ന് ഇപ്പോൾ ഒഴുകുന്നത് വേദനയുടെ നീരല്ലായിരുന്നു, മറിച്ച് തന്റെ ദൗത്യം പൂർത്തിയാക്കിയതിന്റെ സംതൃപ്തിയായിരുന്നു. സംസാരിക്കാൻ കഴിവില്ലെങ്കിലും ആ മൃഗം തന്റെ ചലനങ്ങളുടെയും കണ്ണീരിലൂടെയും ലോകത്തോട് വലിയൊരു സത്യം വിളിച്ചു പറഞ്ഞു. അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് മാജിദ് ആ പശുവിനെ ബലികർമ്മത്തിനായി സമർപ്പിച്ചു. പശുവിന്റെ ബലി വെറും ഒരു കർമ്മമായിരുന്നില്ല, മറിച്ച് മീർപൂർ ഗ്രാമത്തിന്റെ അധർമ്മത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും ബലിയായിരുന്നു അത്. ആ പശുവിന്റെ ഓർമ്മ ഗ്രാമവാസികളുടെ മനസ്സിൽ ഒരു വലിയ പാഠമായി എന്നും നിലനിന്നു. ബക്രീദ് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ മീർപൂരിൽ വീണ്ടും സന്തോഷത്തിന് കിളിക്കൊഞ്ചലുകൾ ഉയർന്നു. മറിയം ഒരു സുന്ദരനായ ആൺകുഞ്ഞിന് ജന്മം നൽകി. മാജിദിന്റെയും മറിയത്തിന്റെയും സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ആ കുഞ്ഞ് മീർപൂർ ഗ്രാമത്തിന് തന്നെ ഒരു പുതിയ പ്രതീക്ഷയായിരുന്നു. ഹാജറയുടെ അസൂയയ്ക്ക് മറിയത്തിന്റെ സന്തോഷത്തിനെ തടയാനായില്ല. ചതിയുടെ വഴികൾ എപ്പോഴും ഇരുട്ടിലേക്കാണെന്നും സത്യത്തിന്റെ വഴി വെളിച്ചത്തിലേക്കാണെന്നും ആ ജനനം ഗ്രാമവാസികളെ ഓർമ്മിപ്പിച്ചു. കാലങ്ങൾ കടന്നുപോയി. മീർപൂർ ഗ്രാമം പഴയതിനേക്കാൾ ഐക്യത്തോടെയും വിവേകത്തോടെയും ജീവിക്കാൻ പഠിച്ചു. അന്ധവിശ്വാസങ്ങൾക്കും വ്യാജസിദ്ധന്മാർക്കും അവിടെ പിന്നീട് സ്ഥാനമുണ്ടായിരുന്നില്ല. ആരെങ്കിലും അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ ഉടൻ തന്നെ ആ വെളുത്ത പശുവിന്റെ കഥ അവരെ ഓർമ്മിപ്പിക്കുമായിരുന്നു. അസൂയയും പകയും ഒരു മനുഷ്യനെ മൃഗത്തേക്കാൾ ക്രൂരനാക്കുമെന്നും എന്നാൽ സ്നേഹവും സത്യവും എപ്പോഴും വിജയിക്കുമെന്നും മീർപൂരിലെ ജനങ്ങൾ തങ്ങളുടെ മക്കൾക്ക് പകർന്നു നൽകി. മൃഗങ്ങൾക്ക് സംസാരശേഷിയില്ലെങ്കിലും അവയുടെ ഓരോ ശ്വാസവും ഓരോ തുള്ളി കണ്ണുനീരിനും സത്യത്തിന്റെ സാക്ഷ്യമാണെന്ന് മീർപൂരിലെ പശു തെളിയിച്ചു. വഞ്ചനയുടെ കോട്ടകൾ എത്ര ഉയരത്തിൽ കെട്ടിയാലും സത്യത്തിന്റെ ഒരു ചെറിയ കിരണം അവയെ തകർക്കാൻ പര്യാപ്തമാണ്. മനുഷ്യത്വം വിവേകത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സമൂഹം യഥാർത്ഥത്തിൽ പുരോഗമിക്കുന്നത്. ഇന്നും ആ പഴയ ഗ്രാമത്തിലെ മുത്തശ്ശിമാർ കുഞ്ഞുങ്ങളെ ഉറക്കുമ്പോൾ ഈ കഥ പറഞ്ഞു കൊടുക്കുന്നു. അന്യന്റെ നേട്ടങ്ങളിൽ അസൂയപ്പെടാതെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അവരെ പഠിപ്പിക്കാൻ. അള്ളാഹു നമ്മെ എല്ലാവരെയും ചതിയിൽ നിന്നും അസൂയയിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. വഞ്ചകരുടെ തന്ത്രങ്ങളിൽ വീഴാതെ വിവേകത്തോടെ ചിന്തിക്കാനും സത്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കാനും നമുക്ക് കരുത്ത് ലഭിക്കട്ടെ. മീർപൂരിലെ ആ പശുവിന്റെ കഥ കേവലം ഒരു കഥയല്ല, മറിച്ച് മനുഷ്യ മനസാക്ഷിക്കുള്ള ഒരു വലിയ താക്കീതാണ്.